വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത്. ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയോടെ പങ്കുവയ്ക്കാറുണ്ട്. ക്യാമറകൾ ഉറങ്ങാത്ത വീട് എന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം വീട്ടിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട്. എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ്. കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ലോഗുകൾ ചെയ്തു തുടങ്ങിയത്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും, ദിയയും, ഇഷാനിയും, ഹൻസികയും എല്ലാം പങ്കുവയ്ക്കും. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ലോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്യും. മക്കൾ 4 പേരിൽ മിക്കപ്പോഴും ചർച്ചയാകാറ് ദിയ കൃഷ്ണയാണ്. ഗർഭിണിയാണ് ദിയ. കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞ് വൈകാതെ അമ്മയാകാൻ ദിയ തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേശും. കുടുംബജീവിതമാണ് താനെന്നും ആഗ്രഹിച്ചിരുന്നതെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയും കുടുംബവും തമ്മിലുള്ള അടുപ്പം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുമുണ്ട്. മറ്റു 3 സഹോദരിമാരും കുടുംബവുമായി വളരെ അടുത്ത് കഴിയുന്നവരാണെങ്കിലും ദിയ മിക്കപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമാണ് കാണാറുള്ളത്. ഒരു ഘട്ടത്തിൽ ദിയയും അഹാനയും അകൽച്ചയിലാണ്. ദിയ വീട്ടുകാരിൽ നിന്നും അകൽച്ച കാണിക്കുന്നു, ഭർത്താവിനോടല്ലാതെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളിലൂടെ അവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ കമന്റ് ബോക്സിൽ വന്നിരുന്നു. എന്നാൽ ഇടയ്ക്ക് താരകുടുംബം തന്നെ ഈ അഭ്യൂഹങ്ങൾ തള്ളിയിരുന്നു. ഇപ്പോഴത്തെ ദിയയെക്കുറിച്ച് പുതിയ വീഡിയോയിൽ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. 3 മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം പോയ കാശ്മീർ യാത്ര എന്നുള്ള വീഡിയോയാണെന്ന് സിന്ധു പങ്കുവച്ചത്. ദിയ ഒപ്പമില്ലാത്തതിന്റെ വിഷമവും സിന്ധു കൃഷ്ണ പങ്കുവെക്കുന്നുണ്ട്. ഓസിയെ ശരിക്കും മിസ് ചെയ്യുന്നു. ഇവിടെ നല്ലപോലെ ആസ്വദിക്കുമ്പോഴും ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഓസിയെ മിസ് ചെയ്യുന്നു. ഓസി ഞാൻ പറയുന്നത് പലതും കേൾക്കാത്ത ആളാണ്. ഇവരൊക്കെ ഉള്ളപ്പോൾ ഓസി ഭയങ്കര ഫണ്ണിയായിരിക്കും. ശരിക്കും മിസ് ചെയ്യുന്നു. ഓസിക്കും അങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഓസി ഗർഭിണിയായതുകൊണ്ട് അത് പ്രാക്ടിക്കൽ അല്ല. അടുത്ത വർഷം ഈ സീസണിൽ കുഞ്ഞിനെയും കൊണ്ട് അവളും വരുമെന്നാണ് പറയുന്നതെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി. സിന്ധുവിന്റെ വാക്കുകൾ പ്രശംസിച്ച് കമന്റുകളും വന്നു. ഒരു അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. നേരത്തെ ദിയ ഗർഭിണിയായപ്പോഴുള്ള പ്രതികരണം സിന്ധു കൃഷ്ണ പങ്കുവച്ചിരുന്നു. ഗർഭിണിയാണോ എന്ന് സംശയമുണ്ടെന്ന് ആദ്യം എന്നോടാണ് പറഞ്ഞത്. കൺഫേം ചെയ്യാമെന്ന ചിന്തയിലായിരുന്നു ആദ്യം. അല്ലാതെ കൺഗ്രാറ്റ്സ് പറഞ്ഞതിനുള്ള പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു. എല്ലാവരോടും ചാടിക്കേറി പറയരുതെന്നുണ്ടായിരുന്നു. കിച്ചുവിനോട്, അതായത് കൃഷ്ണകുമാർ പലപ്പോഴും കാഷ്വലായാണ് എടുത്തത്. ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ സന്തോഷം തോന്നിയെന്നും സിന്ധു കൃഷ്ണ അന്ന് പറഞ്ഞു. ഗർഭിണിയായ ശേഷം സോഷ്യൽ മീഡിയയിൽ ദിയ കൃഷ്ണ സജീവമല്ല. ദിയയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും.